ചിലപ്പോൾ നമ്മൾ ഈ OTT പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പം സിനിമ തിയേറ്ററുകളിൽ പോയി നമ്മൾ പണ്ട് മുതലേ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരു സിനിമ കാണുക എന്ന് പറയുകയാണെങ്കിൽ അത് തിയേറ്ററിൽ പോയി കാണുക. നമുക്കത് സിനിമ കാണുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മെന്റലി ഉള്ളൊരു ഭയങ്കര എൻജോയ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സ്ട്രെസ്സുകളിൽ നിന്നും ഒക്കെ ഉള്ള ഒരു റിലീഫാണ് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണുന്നു. പിന്നെ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബിഗ് സ്ക്രീനിലിരുന്ന് നമ്മൾ ഒരുപാട് ആളുകളുടെ ഒപ്പം ഇരുന്ന് കാണുക. അപ്പം ഉണ്ടാവുന്ന ഒരു ഫീലും നമ്മൾ വീട്ടിൽ ഇത് OTT പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം നമ്മൾ ആ സിനിമ ഡൗൺലോഡ് ചെയ്ത് വീട്ടിലൊരു മുറി ഇരുന്ന് കാണുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ആളുകൾ 1, 2, 3 തവണയൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഒരു തവണ കണ്ടിട്ട് അതിന് OTT വരാം, അതിന്ന് കാണാം എന്ന് കരുതാതെ അവർ വീണ്ടും തിയേറ്ററിനെ പ്രിഫർ ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അതിനകത്ത് അവർക്ക് കാണാൻ പറ്റുന്ന ഡിഫറൻസ് ആണ്. ഇപ്പം എന്താ പറയുക, അത് വേറൊരു വശം എന്താ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടുന്നത്ര പ്രേക്ഷക ശ്രദ്ധ ലഭിക്കാതെ വരിക. ആളുകൾ അതിനെ പ്രീ ജഡ്ജ് ചെയ്യും. ഇപ്പൊ ഗപ്പി എന്ന് പറയുന്ന സിനിമയൊക്കെ അതിന് ഒരു ഉദാഹരണമാണ്. തിയേറ്ററിൽ വന്ന സമയത്ത് അധികം ആരും തന്നെ അത് കാണാനും പോയില്ല. അതിന്റെ പേര് കേട്ടപ്പോഴും പിന്നെ ആ സമയത്ത് ടോവിനോ അത്ര ക്ലിക്കായി വന്നിട്ടില്ല. അപ്പോഴൊക്കെ ആളുകൾ കരുതി അതൊരു ചെറിയ സിനിമ, അത് വലിയ സംഭവമൊന്നുമല്ല, അതിൽ കാണാൻ അത്ര വലിയ ഒന്നുമില്ല, വലിയ കഥയൊന്നുമില്ല എന്ന് കരുതി അധികം ആരും കാണാൻ പോയില്ല. അതൊരു തിയേറ്റർ പരാജയമായിരുന്നു ആ സിനിമ. പക്ഷെ ആ സിനിമ OTT വന്നപ്പോൾ ഒരു മനുഷ്യൻ ഇനി അതിനെ എന്താ പറയാ വാഴ്ത്താൻ ബാക്കിയില്ല എന്നുള്ളതാണ്. ആ സിനിമ അത്രയും പെർഫെക്റ്റ് സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു എന്ന് ഒട്ടനവധി പേരാണ് അതിന് എന്താ പറയാ അതിനെ തുടർന്ന് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലയിടത്തും പോസ്റ്റ് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ എന്താ പറയാ നമുക്ക് ഇപ്പോഴാണ് ഈ OTT പ്ലാറ്റ്ഫോമുകൾ വളരെ വ്യാപകമായി വന്നത്. അപ്പോൾ ശില്പയ്ക്ക് ഈ തിയേറ്റർ എക്സ്പീരിയൻസും OTT എക്സ്പീരിയൻസും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ കാലം മുന്നേ വരെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കുറച്ചധികം ആളുകൾ ആഗ്രഹിച്ചിരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം ആളുകൾ വീട്ടിലിരിക്കേണ്ടി വന്നു, തിയേറ്ററുകൾ ഇല്ലാത്തൊരവസ്ഥ വന്നു മാസങ്ങളോളം. ആ സമയത്താണ് ഈ OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ എത്രത്തോളം സ്വീകാര്യത ലഭിച്ചത് ആ സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ചില സിനിമകൾ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. അത് ആ സൗണ്ടില് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു വലിയ സ്ക്രീനിൽ കാണണം, അങ്ങനെ തോന്നിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതേസമയം ചില സിനിമകൾ, ചെറിയ സിനിമകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായി വരുന്ന ചില സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ OTT മാത്രം ചെയ്യുന്ന സിനിമകളുണ്ടായിരിക്കും. അത്തരം സിനിമകൾ കാണാൻ OTT ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. കാരണം എല്ലാവർക്കും എല്ലാ ജോണറുകളും ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആളുകൾക്ക് ആക്ഷൻ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ത്രില്ലർ ആയിരിക്കാം, ചില ആൾക്കാർക്ക് റൊമാൻറ്റിക് കോമഡി, ആ ഒരു തരത്തിലുള്ള ജോണറുകളായിരിക്കാം ഇഷ്ടമുള്ളത്. അപ്പോ ഇപ്പൊ എനിക്കിഷ്ടം ത്രില്ലർ ആണെന്നിരിക്കട്ടെ, ത്രില്ലർ സിനിമകൾ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ പോയി കാണുമായിരിക്കും, കാരണം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. പക്ഷെ റൊമാൻറ്റിക് മൂവി വന്നു, അപ്പോൾ എനിക്ക് ആ സിനിമ ലൈക്ക് അതെന്റെ ജോണർ അല്ല, പക്ഷെ സ്റ്റിൽ എല്ലാവരും പറയുന്നുണ്ട് നല്ല സിനിമയാണെന്ന്, എന്നൊന്ന് വെറുതെ കണ്ടു നോക്കാം. അപ്പൊ പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുക ഒബ്വിയസ്ലി OTT ആയിരിക്കും. കാരണം അത്രയും പൈസ മുടക്കി തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഞാൻ നിൽക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഒഴിവു സമയങ്ങളിൽ അത് OTT കാണാനാണ് ഞാൻ പ്രിഫർ ചെയ്യുക. സോ അത് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് ഒരു സിനിമയ്ക്ക്. അത് തിയേറ്ററിൽ നമ്മൾ പോയി കാണണോ അല്ലെങ്കിൽ OTT കാണണോ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ്. എനിക്ക് ഒരിക്കലും കുറെ പേര് പറഞ്ഞു കേട്ടിട്ട് ഈ OTT വന്നതോടുകൂടി ഒരു തിയേറ്റർ റിലവൻസ് നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നാത്ത ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോ ഈ ന്യൂ ഇയറിന്റെ സമയത്ത് 2025 തിയേറ്ററിൽ പോയി കണ്ട സിനിമകൾ എന്ന് പറഞ്ഞൊരു 19 പേരെ സ്റ്റാറ്റസുകൾ ഞാൻ കണ്ടു. എത്ര സിനിമകളെയാണ് അവർ മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നതെന്ന് അറിയോ? അപ്പൊ ആർക്കും അങ്ങനെ OTT പോയി അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ മടുപ്പൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ ഗപ്പി പോലെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിലെ എക്സ്പീരിയൻസ്, ആട്ടമൊക്കെ വന്ന സമയത്തൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാതെ പോയി. കാരണം അതൊന്നും അത്ര വേണ്ടത്ര ആളുകൾ അറിഞ്ഞില്ല അത് വരുന്നത്. അത്രത്തോളം പ്രൊമോഷണൽ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരുപാട് പൊട്ടിപ്പോയ സിനിമകൾ അത്രയും പ്രൊമോഷനോട് കൂടി വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോയി പെട്ടുപോയി തിരിച്ചു വന്ന എത്ര പേരുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ സിനിമ എത്രത്തോളം പേരിലേക്ക് എത്തുന്നു. കാരണം അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നടക്കുന്ന പ്രൊമോഷൻ വർക്കുകൾ എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഒരാൾ അതിന്റെ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ എന്നുള്ള തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ സിനിമയെ അത്രത്തോളം ഫോളോ ചെയ്യുന്നവരായിരിക്കണം. എന്നുവെച്ചാൽ വളരെ ആത്യന്തികമായി നമ്മൾ ഈ മൂവി ബഫ് എന്നൊക്കെ വിളിക്കുന്ന സിനിമയുടെ പിന്നാലെ നടക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവരാരെങ്കിലും ആണെങ്കിൽ അവർക്ക് കൃത്യമായി സിനിമകൾ വരുന്നതും പോകുന്നതും അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള കോമൺ ആളുകൾ, അത് അവരാണല്ലോ കുറച്ചും കൂടി കൂടുതൽ പോപ്പുലേഷൻ ഇരിക്കുന്നത് കോമൺ പീപ്പിൾ ആണ്. ഇവരെ സംബന്ധിച്ച് ഈ സിനിമകൾ വരുന്നതും പോകുന്നതും അറിഞ്ഞാലെയാണ് അത് തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. എനിക്കൊന്ന് ഗപ്പിയുടെ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ പ്രൊമോഷൻ വർക്കുകളൊക്കെ കുറവാണ്.
ഇന്നത്തെ കാലത്ത് എല്ലാ സിനിമകൾക്കും പ്രൊമോഷണൽ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ടതാണ് മറ്റേ ടർക്കിഷ് തർക്കം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അടിവരെ ഉണ്ടാക്കിയ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഇവർ ഈ ട്രോൾ പേജസിന് വരെ ഒബ്വിയസ്ലി മാർക്കറ്റിംഗിന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ റിവ്യൂവേഴ്സ് ഉണ്ട്, സിനിമയുടെ റിവ്യൂ പറയുന്നവരുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരുപാട് മെഷേഴ്സ് ഉണ്ട് നമുക്കൊരു സിനിമയെ അളക്കാൻ, അല്ലെങ്കിൽ ഒരു സിനിമ നമുക്ക് കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് തിയേറ്ററിൽ കാണണം എന്ന് തോന്നുന്ന സിനിമ ആയിരിക്കില്ല അനുപമയ്ക്ക് കാണണം എന്ന് തോന്നുന്നത്. ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടു എന്ത് വെറുതെ എന്റെ പൈസ പോയി, OTT വന്നപ്പോൾ കണ്ടാൽ മതിയായിരുന്നു ഞാൻ പറയുന്ന സിനിമ അനുഭവം പറയേ അത് തിയേറ്ററിൽ കാണേണ്ട സിനിമയായിരുന്നു. അത് എന്റെയും അനുഭവം വ്യൂസ് ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ എല്ലാവരുടെ വ്യൂസും ഡിഫറെന്റ് ആണ്. സോ ചില ആൾക്കാർക്ക് ചില സിനിമകൾ തിയേറ്ററിൽ കാണണം, അല്ലെങ്കിൽ ചില സിനിമകൾ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. മാർക്കോ പോലത്തെ സിനിമകൾ അതിപ്പോ നമ്മള് ഈ ജോണറൊക്കെ മാറ്റിവെച്ച് മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ കാണേണ്ട സിനിമയാണ്. അത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് നമ്മൾ OTT കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗപ്പി കാണാത്തിൽ സങ്കടപ്പെട്ടതുപോലെ അത് വലിയൊരു നഷ്ടമായി മാറി. മാർക്കോ ആയാലും റൈഫിൾ ക്ലബ് ആയാലും ഒക്കെ നമുക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റില് ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമ്മൾ ആ തിയേറ്ററിൽ വെച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകൾ തന്നെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്തൊരു സിനിമയായിരുന്നു പേരൻപ് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ. അതില് എന്തുകൊണ്ട് എനിക്കത് തിയേറ്ററിൽ കാണാൻ മീൻസ് കാണാത്തത് കൊണ്ട് എനിക്ക് വിഷമം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് തേനീശ്വറാണ്. അദ്ദേഹത്തിന്റെ ഓരോ ഫ്രെയിംസും എന്ന് പറയാൻ നമുക്കിങ്ങനെ കണ്ടു തീർക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് ഓരോ ഫ്രെയിംസും. ആ സിനിമ 2 മണിക്കൂറിന്റെ സിനിമയാണെങ്കിൽ ആ 2 മണിക്കൂറിൽ എത്ര ന്യൂമറസ് എമൗണ്ട് ഓഫ് ഷോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രെയിംസ് ഉണ്ട്. ആ ഓരോ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കണ്ട് തീർക്കാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ്. അപ്പൊ അത് ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഞാൻ ആ സമയത്ത് എന്താ പറയുക ഒരു ഭയങ്കര ഫിലിം എന്തൂസിയാസ്റ്റ് ആയിരുന്നില്ല സിനിമ ഇറങ്ങിയ സമയത്ത്. അതുകൊണ്ട് ഞാൻ ആ സിനിമയൊന്നും കണ്ടിട്ടില്ല തിയേറ്ററിൽ വെച്ച്. അതെ, ഞാനും പേരൻപ് കണ്ടത് OTT-യിലാണ്. അപ്പൊ ആ സമയത്ത് പക്ഷെ എന്നെ ഇത്രത്തോളം സ്വാധീനിച്ചൊരു സിനിമയല്ല പേരൻപ്. അതാണ് നമുക്കിടയിലെ വ്യത്യാസമാണ്. കാരണം ഒബ്വിയസ്ലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു അച്ഛൻ മകൾ ബോണ്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയാണ്. അപ്പൊ നമുക്കത് കാണാം. എനിക്കത് തിയേറ്ററിൽ കാണാത്തതിൽ ഞാൻ ഖേദിച്ചിട്ടില്ല. അതെ, ഇതുപോലെ OTT ആണ്. അതെ, പക്ഷെ എനിക്കത് കറക്റ്റ് തിയേറ്ററിൽ കാണാത്തതിന് ഞാൻ ഒരുപാട് നാൾ ഭയങ്കര വിഷമിച്ചൊക്കെ നടന്നു. ഇപ്പോഴും ആ സിനിമ ഞാൻ വീണ്ടും എടുത്ത് കാണുമ്പോൾ എനിക്ക് വീണ്ടും ആ സങ്കടം വരിച്ചോ ഞാനത് കണ്ടില്ലല്ലോ തിയേറ്ററിൽ പോയിട്ട് എന്നുള്ള സങ്കടം എന്നെ ബാധിക്കാറുണ്ട്. പിന്നെ ഈ പ്രേമലു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനത് OTT-യിലാണ് കണ്ടത്, ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ച OTT മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. പക്ഷെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് അത് 3, 4, 5 തവണ തിയേറ്ററിൽ പോയി കണ്ടു. ആ സിനിമ 12 വട്ടം കണ്ടൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അതെ, അപ്പൊ എന്നോട് അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് OTT ആണ് ഓക്കെ ഫീൽ ചെയ്തത്, അത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ആവശ്യകത എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നീ പോയി കാണാത്തത് കൊണ്ടാണ്, നിനക്ക് അതിൽ ഓരോ കോമഡിയും മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവാത്ത പ്രശ്നം, ചില കോമഡി ഒന്നും എനിക്ക് വർക്കായില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് നീ തിയേറ്ററിൽ പോയി കാണാത്ത അവിടെ കുറെ പേരുടെ ഇടയ്ക്കിരുന്ന് കാണും, അപ്പൊ ഭയങ്കര രസമാണ്, ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ് ആണ് OTT-യിൽ ഇരുന്ന് കാണുമ്പോഴും തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴും. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. അതായത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴും OTT ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് കാണുമ്പോഴും ഉള്ള എക്സ്പീരിയൻസ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. പക്ഷെ ഈ ഓരോ ജോണറും ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും അവരുടെ മാത്രം താല്പര്യമാണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെ, ഒരിക്കലും നമുക്ക് വേറൊരാളുടെ ഇഷ്ടത്തിൽ കയറി ഇടപെടാൻ സാധിക്കില്ല. കാരണം ഒബ്വിയസ്ലി അവരവരുടെ ഇഷ്ടത്തിനാണ് ഒരു സിനിമ കാണണോ വേണ്ടിയോ എന്നുള്ള തീരുമാനം, അതിന് OTT വേണോ തിയേറ്റർ വേണോ എന്നുള്ള തീരുമാനം. ഒരിക്കലും OTT കാരണം തിയേറ്ററിന്റെ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ തിയേറ്റർ കാരണം OTT-യുടെ ഒരു സ്വീകാര്യത നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് വാസ്തവം.